ഹലോ, നമ്മുടെ ആദിയോഗി കാണാൻ വന്നാട്ടാ. കുറെ നാളായി വിചാരിക്കണേ ഇവിടെ ഒന്ന് വരണമെന്ന്. ഫ്രണ്ട്സൊക്കെ പോയി വീഡിയോസൊക്കെ അയച്ചു തരുമ്പോ ഇവിടെ കാണാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമുണ്ടായിരുന്നു. ഇതിപ്പോ ഒരു രക്ഷയില്ലാട്ടാ. ഇത്രമാത്രം സ്ഥലത്ത് ഇങ്ങനെ പരന്ന് കിടക്ക. ഒരു പ്രത്യേക അന്തരീക്ഷം കേട്ടാ, പ്രത്യേക അന്തരീക്ഷം, ഒരു രക്ഷയില്ല. കോയമ്പത്തൂരിലെ ഇഷ യോഗ സെന്ററിൽ വെള്ളിയാങ്കിരി മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന സദ്ഗുരു ജഗ്ഗി വാസുദേവ് രൂപകൽപ്പന ചെയ്ത ശ്രീ മഹാദേവൻ്റെ 112 അടി ഉയരമുള്ള പ്രതിമയാണ് ആദിയോഗി. അവിടെ കയറുന്നതിന് മുൻപ് ഒരു 7 മിനിറ്റ് മെഡിറ്റേഷനുള്ള ഒരു റൂമുണ്ട്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞങ്ങളൊന്ന് കുറച്ച് നേരം കയറിയിരുന്നു. ഞാനിപ്പോൾ വീഡിയോ പിടിക്കാൻ വേണ്ടി കണ്ടു തുറന്നതാണ്. ആമിക്കുട്ടിയും കൂടിയുള്ള ആൾക്കാരൊക്കെ നന്നായിട്ട് ധ്യാനിച്ച് തന്നെ ഇരുന്നിരുന്നത്. അവിടുത്തെ മെഡിറ്റേഷൻ കഴിയുമ്പോൾ അവർ പൂജിച്ച ഒരു രുദ്രാക്ഷം നമുക്ക് തരുന്നുണ്ട് പ്രസാദമായിട്ട്. അത് പഞ്ചമുഖ രുദ്രാക്ഷമാണെന്നാണ് അവർ പറയണത്. അപ്പം ഞങ്ങളും അതൊക്കെ വാങ്ങിച്ചിട്ടാണ് തിരിച്ചു വന്നത്. ഞാൻ ഈ വീഡിയോ 2 ഭാഗങ്ങളായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഒരുപാട് ടൈമുണ്ട്. അപ്പം നിങ്ങൾക്കും അത് കാണാനായിട്ട് കുറച്ച് സൗകര്യമായിരിക്കും. ഞങ്ങൾ കാലത്ത് ഒരു 11 മണിക്ക് പോയിട്ട് വൈകിട്ട് ഒരു 5 മണിയോട് കൂടിയാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ കാണാനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ സമയം കൈ പിടിച്ച് ആരും പോകണ്ട, കുറച്ച് നേരത്തെ തന്നെ പോകാം. ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു പ്രത്യേക ശാന്തതയാണ്. കാറ്റിൽ ഫീഡാ 50 റുപ്പീസാ. അവിടെ ആദിയോഗിയുടെ പ്രതിമയുള്ള സ്ഥലങ്ങൾ ഒഴിച്ചാൽ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഒരു സൂചി പോലും വീണാൽ കേൾക്കാവുന്ന അത്രയ്ക്ക് നിശബ്ദതയാണ് കേട്ടോ. ശിവശങ്കര പാർവതി വളരെ ശാന്തമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന ഇവിടെ സന്ദർശകർക്ക് യോഗ പരിശീലിക്കാനും ആത്മീയതയിലേക്ക് പോകാനും ഉള്ള അവസരം കേട്ടോ. ഇവിടെ എപ്പോൾ വേണമെങ്കിൽ സന്ദർശിക്കാം കേട്ടോ. അവിടെ താമസ സൗകര്യം ലഭ്യമാണ്. ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം എത്ര കൃത്യതയോടെയാണ് ഈ പ്രതിമയുടെ ഓരോ ഭാഗങ്ങളും നിർമ്മിച്ചിട്ടുള്ളതെന്നൊന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഇവിടെ യോഗ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല. സംസാരിക്കാൻ പറ്റില്ല എന്നല്ല, നമുക്ക് സംസാരിക്കാൻ തോന്നില്ല. പിന്നെ അവിടെ എപ്പോഴും സൈലൻ്റ് ആയിരിക്കണമെന്നുള്ള നിയമമുണ്ട്. നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാൻ പാടില്ല എന്നല്ല, നമ്മൾ പുറമേക്ക് ശബ്ദം വരാത്ത രീതിയിൽ വേണം അതിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രവേശിക്കാനും നടക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഞങ്ങൾ എത്തിയപ്പോൾ അല്പം ലേറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ സ്പീഡിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അവിടുത്തെ അറ്റ്മോസ്ഫിയർ കണ്ടാൽ തന്നെ നമ്മൾ നോക്കി നിന്ന് പോകും. പക്ഷേ എല്ലാ സ്ഥലങ്ങളും കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നോക്കി നിന്നാൽ ശരിയാവില്ല. ഇതിൻ്റെ പിന്നിൽ ഒരു യോഗ സെൻറ്ററും കൂടിയാണ്. അതാണ് ഇതിൻ്റെ മെയിൻ ആകർഷണം. കാരണം 7:20 കൂടിയിട്ട് ഈ ലേസർ ഷോ സ്റ്റാർട്ട് ചെയ്യും. ലേസർ ഷോ കാണാൻ വേണ്ടി മാത്രം ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമുക്ക് അവിടെയുള്ള യോഗ സെൻറ്ററും അതിനോടനുബന്ധിച്ച് കുറേ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ഈ ക്ഷേത്രങ്ങളൊക്കെ കണ്ട് ഒരു 7:15 ആകുമ്പോഴേക്കും അവിടെ എത്തിയാലാണ് ഈ തിരക്കിൻ്റെ ഇടയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അവിടെ വന്ന് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി യോഗ സെൻറ്ററിലേക്ക് പോകുന്ന കാര്യങ്ങൾ പറയാം. അവിടെ നമ്മൾ ചെന്നപ്പോൾ തന്നെ യോഗ സെൻറ്ററിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ ഈ കാണുന്ന നാഗത്തിൻ്റെ പ്രതിമയാണ് യോഗ സെൻറ്ററിലേക്കുള്ള പ്രവേശന കവാടം. ഇതിനപ്പുറത്തേക്ക് നമുക്ക് മൊബൈലോ അതുപോലെയുള്ള നമ്മുടെ ഹാൻഡ് ബാഗുകളോ ഒന്നും അലൗഡ് അല്ല. ഇതൊക്കെ പോകുന്നതിന് മുൻപ് അവിടെ അടുത്ത് തന്നെയുള്ള ഡെലിവറി സെൻറ്ററിൽ നമ്മളത് ഏൽപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. മൊബൈലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. പോരാത്തതിന് സംസാരിക്കാൻ പോലും പറ്റില്ല. പക്ഷേ നമുക്ക് സംസാരിക്കാൻ തോന്നില്ല. കാരണം എന്താണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നിശബ്ദതയാണ് അവിടെ. നമുക്ക് ആ അന്തരീക്ഷം അങ്ങനെയാണ്. ഈ യോഗ സെൻറ്ററിൻ്റെ ഉള്ളിൽ ഒരു ലിംഗഭൈരവി ക്ഷേത്രമുണ്ട്, അതുപോലെ ധ്യാനലിംഗം ഉണ്ട്. നമ്മളൊന്നും ഒരിക്കലും കാണാത്ത തരത്തിലുള്ള പ്രതിഷ്ഠകളാണ് അവിടെയുള്ളത്. ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അതുകൊണ്ട് ധ്യാനലിംഗം കാണാനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടിയില്ല. യോഗ സെൻറ്ററിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകം ഒരു കുളിക്കാനുള്ള സൗകര്യമുണ്ട്. പുരുഷന്മാർക്കുള്ള സ്ഥലത്ത് സൂര്യകുണ്ട് എന്നും സ്ത്രീകൾക്കുള്ള സ്ഥലത്ത് ചന്ദ്രകുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ആ വെള്ളം എന്ന് പറഞ്ഞാൽ ഐസിനേക്കാളും തണുപ്പാണ് വെള്ളത്തിന്. അതെങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് നമ്മളെടുത്ത വസ്ത്രങ്ങളെല്ലാം അവിടെ അഴിച്ചു വെച്ച് അവർ തരുന്ന വസ്ത്രം വേണം ധരിക്കാനായിട്ട്. ആണുങ്ങൾക്കൊരു കാവിമുണ്ടാണ്. അടിവസ്ത്രം വരെ ഉപയോഗിക്കാനായിട്ട് അലൗഡ് അല്ല. ഈവൻ സ്പെക്സ് വരെ, കണ്ണട വരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതവിടെ ഊരി വെക്കണം.
അതിൻ്റെ സ്റ്റെപ്സൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റീൽ കൊണ്ടാണ്. ചിലപ്പോൾ വഴുക്കി വീഴുന്നു തോന്നിപ്പോകും. അതിൽ തന്നെ ശിവലിംഗ പ്രതിഷ്ഠകളുണ്ട് 2-3 എണ്ണം. നമുക്ക് അവിടെ ഇറങ്ങി നിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ശരീരമൊക്കെ ചിൽഡാവും, തണുത്ത് മരവിക്കണ പോലെയാവും. ഒരു പ്രത്യേക എന്താ പറയുക, ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അത് അനുഭവിച്ചറിയാൻ തന്നെ വേണം. ഒരിക്കലെങ്കിലും നിങ്ങൾ അവിടെ ഒന്ന് പോകണം. അപ്പോഴേക്കും വൈകുന്നേരമായി, ലേസർ ഷോയുടെ സമയമായി. അപ്പോൾ ഞങ്ങൾക്ക് ധ്യാനലിംഗം കാണാനായിട്ട് പറ്റിയില്ല. കറുത്ത ഗ്രാനൈറ്റ് കല്ലിൽ നിർമ്മിച്ച ഈ ലിംഗത്തിന് ഏകദേശം 14 അടി ഉയരമുണ്ട്. ലേസർ ഷോ തുടങ്ങാറായിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്ക് അവിടെ. കുറേ ആൾക്കാരൊക്കെ നേരത്തോടെ വന്നിട്ട് അടുത്ത് തന്നെ ഇരിക്കാനായിട്ടുള്ള സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഓടിപ്പടഞ്ഞ് എത്തിയ കാരണം കൊണ്ട് നിന്ന് തന്നെ കാണേണ്ട വന്നു. എന്നാലും കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എത്ര നേരത്തോടെയാണ് ആൾക്കാർ ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട്. എല്ലാ ദിവസവും ഇത്രയ്ക്ക് തിരക്കുകളുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഞങ്ങൾ അവധി ദിവസം കൂടിയല്ല പോയത്. ഞങ്ങൾ പോയതൊരു ഇട ദിവസമായിരുന്നു. എന്നിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു ആൾക്കാരുടെ. പല സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്ന ആൾക്കാരുണ്ട്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ സമയത്ത് കുറേ മന്ത്രങ്ങൾ, ശ്രീ മഹാദേവൻ്റെ മന്ത്രങ്ങൾ എല്ലാം നമുക്ക് കേൾക്കാം കേട്ടോ. കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് അതെല്ലാം എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രാത്രിയുടെ നിശബ്ദതയിൽ ആ ചന്ദ്രക്കലയുടെ പ്രകാശവും അതുപോലെ ആ നെറ്റിയിൽ തൊട്ടിരിക്കുന്ന ഭസ്മൊക്കെ വളരെ ഭംഗിയായിട്ട് തെളിഞ്ഞ് കാണാട്ടോ നമുക്ക്. അപ്പോൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് വേറെ ഏതോ ലെവലിലേക്ക് പോകുന്ന പോലെ നമുക്ക് തോന്നും. ഞങ്ങൾ ലിംഗഭൈരവി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 7 മണി ആയിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാസ്റ്റിലാണ് ഇങ്ങോട്ട് എത്തിയത്. വന്ന് നിന്ന് കിതപ്പൊക്കെ മാറാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും എടുത്തു. പിന്നെ കൂടെ കുട്ടികളൊക്കെ കൊണ്ടുവരുന്നവർ കുട്ടികളൊക്കെ സൂക്ഷിക്കുക. ഒരുപാട് തിരക്കാണ്, കൂട്ടം തെറ്റി പോകാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അനാവശ്യമായിട്ട് ചിലവഴിക്കാനായിട്ട് സമയമൊന്നുമില്ല. ഓരോ സമയവും വിലപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തുന്നവർ മാക്സിമം നേരത്തെ തന്നെ എത്താനായിട്ട് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഭംഗി കറക്റ്റായിട്ടൊന്നും ആസ്വദിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇത് നേരിട്ട് കാണാൻ ഭാഗ്യമില്ലാത്ത ഒരുപാട് പേരിലേക്ക് ഇതൊന്ന് എത്തിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. ഇനി അടുത്ത തവണ പോകുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാതെ സ്വസ്ഥമായിട്ടൊന്ന് കാണണം. ഈ യോഗ സെന്ററിൻ്റെ ഉള്ളിലെ ഒരു ലിംഗഭൈരവി ക്ഷേത്രം ഉണ്ട് കേട്ടോ. അത് അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, പ്രത്യേക ഫീലിങ്സ് ആണ്. നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല. മൊബൈൽ അതിൻ്റെ ഉള്ളിൽ അവിടെ അല്ലാതെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ എനിക്ക് ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയത് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. സമയം കയ്യിൽ പിടിച്ച് പോകേണ്ട. നേരത്തെ പറഞ്ഞ പോലെ നേരത്തോടെ പോവുക. കാലത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം എങ്ങനെയാണ് പോകുന്നത് നമുക്കറിയില്ല. നമ്മൾ വേറൊരു ലോകത്ത് എത്തിപ്പെട്ട പോലെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ 1ാമത്തെ ഭാഗമാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് കുറച്ചാണ് കഴിയുമ്പോൾ ഇറങ്ങും. വേറൊന്നല്ല, ലേസർ ഷോ സെപ്പറേറ്റ് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോഴേക്കും അടുത്ത വീഡിയോ ആയിട്ട്, അടുത്ത പാർട്ടായിട്ട് ഞാൻ വരാം. ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് പോയി കാണേണ്ട സ്ഥലം തന്നെയാണ് കോയമ്പത്തൂരിലെ ആദിയോഗി ഇഷാ യോഗ സെന്ററോ ഒക്കെ. ആദിയോഗിയെ കാണുന്നതിനോടൊപ്പം തന്നെ ആ യോഗ സെന്ററിൽ ഒന്ന് കയറാം. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി കാണാം കേട്ടോ. അടുത്ത പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാം. ലേസർ ഷോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ.